പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 6:1 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രഥമ പാഠം. എന്താണ് വിശ്വാസം? ഹെബ്രായർ 11:1 തിരുവചനം പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ കാണപ്പെടാത്ത ദൈവമുണ്ടെന്നും നാം പ്രത്യാശിക്കുന്നവ നമുക്ക് ലഭിക്കും എന്ന ബോധ്യവുമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുകയും ചെയ്യും. ആ പ്രത്യാശയിലാണ് നാം അനുദിനം ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും നാം വിശ്വസിക്കണം. നാം എല്ലാവരും വിശ്വാസികളാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ലെവൽ വ്യത്യസ്തമാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം അറിയുന്നത് ബൈബിൾ വായനയിലൂടെയും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നതിലൂടെയുമാണ്. വിശ്വാസം ഒരു ദൈവിക ദാനമാണ്. ബൈബിൾ വായിക്കുമ്പോഴും ബൈബിൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് പ്രത്യാശയിൽ ജീവിക്കുവാൻ കഴിയും. ബൈബിളിൽ നാം കാണുന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് യേശുവിൽ ആഴത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ തൻ്റെ അസുഖം പൂർണ്ണമായി മാറും എന്നുള്ള വിശ്വാസം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെയാണ് അവൾ യേശുവിനെ സ്പർശിച്ചത്, യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്. അവൾ തൽക്ഷണം സുഖം പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:19 ശിഷ്യന്മാർ തനിച്ചു ചെന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയാതെ വന്നത്? അതിനുള്ള മറുപടിയായി യേശു പറയുന്നത് നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് എന്നാണ്. യേശുവിനോടൊപ്പം കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് പോലും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എഫേസ്യോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പസ്തോല പ്രവർത്തനം 6:31 പറയുന്നുണ്ട്, കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നാം കർത്താവിൽ ആഴത്തിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ നാം യേശുവിൻ്റെ പ്രഥമ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പക്വതയിലേക്ക് വളരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ആ വിശ്വാസം കാണിക്കണം. യേശു പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുവിൻ, അതുപോലെ പ്രാർത്ഥിക്കുവിൻ. ആ രീതിയിലേക്ക് നമ്മൾ ക്ഷമിക്കുവാനുള്ള തലത്തിലേക്ക് ഉയരണം എങ്കിൽ നാം പക്വത പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നാം പക്വതയിലേക്ക് വളരുകയാണ്.
എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.